اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. ബഹുമാന്യരായ സത്യവിശ്വാസങ്ങളെ വിശ്വാസങ്ങൾ, സർവശക്തനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പരമാവധി ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുത്തഖികളും മുബാഹികളുമായി ജീവിക്കുവാൻ ശ്രദ്ധിക്കാൻ ആദ്യമായി ഉണർത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനും അതേ അവസ്ഥയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും സർവശക്തനായ റബ്ബ് നാം എവരെയും അനുഗ്രഹിക്കുവാനാകും. അല്ലാഹു ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ച മനുഷ്യ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയ ഒരു സമൂഹമായിരുന്നു ബനൂ ഇസ്രായേൽ. ബനൂ ഇസ്രായേലിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണിപ്പറയുന്നതിന് പകരം ആ അനുഗ്രഹങ്ങൾ ഒക്കെ കൂടി അല്ലാഹു ഒരൊറ്റ വാക്കിൽ ഒതുക്കി. മഹാനായ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് സംസാരിക്കുന്ന വേളയിൽ ആ അനുഗ്രഹത്തെ കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ച ഒരു വാക്യമാണ് പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായമായ സൂറ മാഇദയിലെ 7-ാമത്തെ വചനം. അല്ലാഹു അവരോട് പറയുകയാണ്, വഅതാകും മാനവിയൂതി അഹദൻ മിനൽ ആലമീൻ. ലോകത്ത് ഒരാൾക്കും ഒരു മനുഷ്യ സമൂഹത്തിനും നൽകിയിട്ടില്ലാത്ത അത്ര അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ അനുഗ്രഹങ്ങളെ സദാ ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഇടയ്ക്കിടെ അവരെ ഉണർത്തുന്ന ഭാഗവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. യാ ബനീ ഇസ്രായീൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള എന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. വഅന്നി ഫളൽതുകും അലൽ ആലമീൻ, ലോകത്തുള്ള മറ്റ് ജനതയെ അപേക്ഷിച്ച് നിങ്ങളെ ഏറ്റവും ഞാൻ ശ്രേഷ്ഠരാക്കിയ ആ കാര്യവും നിങ്ങൾ മറന്നുപോകരുത്. അത് സദാ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് അവരോട് അല്ലാഹു ഉണർത്തുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത്രയേറെ പ്രശംസിച്ച് പറഞ്ഞ, ഇത്രയേറെ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയ ആ ബനൂ ഇസ്രായേലിനെ കുറിച്ച് തന്നെ അല്ലാഹു
മറ്റൊരു സ്വരത്തിൽ സംസാരിക്കുന്നതായും നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. ضربت عليهم ذلة والمسكنة وباءوا بغضب من الله. ضربت عليهم ذلة والمسكنة. നിന്ദയും അധമത്വവും അവരെ പിടികൂടി. അള്ളാഹുവിന്റെ കോപം പ്രയോഗിക്കൊണ്ടാണ് പിന്നീട് അവർ ജീവിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ രണ്ട് ചിത്രങ്ങളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒന്ന് സൂറത്ത് മാഇദയിലും രണ്ടാമത്തെ അധ്യായം സൂറ അൻഫാലിലുമായി അള്ളാഹു നമുക്ക് വരച്ചു കാണിച്ചു. എന്താണ് തുടങ്ങി സമ്പത്തും അഴകാളി ലോകത്തിലേക്കാൾ നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞ ആ സമൂഹം പിന്നീട് അധമന്മാരായി മാറി. എന്താണ് അതിന് കാരണം? ദാരിദ്ര്യ വിഹന്യവും അവർ ദാരിദ്ര്യ അതിന് കാരണം ആയാത്തില്ല. അള്ളാഹുവിന്റെ ആയത്തുകളെ അവർ നിഷേധിച്ചു. വാക്കാൽ വിശ്വസിച്ചെങ്കിലും പ്രവൃത്തി വളർത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവർ നടത്തി. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അവന്റെ നന്ദികേട് ഇരിക്കേണ്ടതിന് പകരം അവനോട് അവർ നന്ദികേട് കാണിച്ചു. മതത്തിൽ അവർ അധിക പിച്ചിലുകൾ നടത്തി. മാത്രമല്ല അവരിലേക്ക് നിയുക്തരായ രണ്ട് പ്രവാചകന്മാരുടെ നാവിനാൽ ബനൂ ഇസ്രായേലുകൾ ശപിക്കപ്പെട്ടുവെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നു. ദുർലഭീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ദുർലഭീന കഫറൂ മിൻ ബനീ ഇസ്രായീല, ബനൂ ഇസ്രായേലിന്റെ നിഷേധികളാൽ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും മറിയമിന്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നാവിനാൽ അവർ ശപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആദ്യം പറഞ്ഞ ആ രണ്ട് കാരണങ്ങൾക്ക് പുറമെ എന്നാണ് ആദ്യം പറഞ്ഞെങ്കിൽ ഇവിടെ ആ രണ്ട് കാരണങ്ങൾക്ക് ശേഷം അല്ലാഹു മൂന്നാമതൊരു കാരണം കൂടി പറഞ്ഞത് അവർ പരസ്പരം തിന്മകൾ വിരോധിക്കുന്ന സമ്പ്രദായം അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ബനൂ ഇസ്രായേലുകളുടെ ഈ രണ്ട് ചിത്രങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അവർ അല്ലാഹു വിശ്വാസ സമൂഹത്തെ മനസ്സിലാക്കി തരുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? നാം ഓരോരുത്തരും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുമെങ്കിലും അല്ലാഹു തന്നെ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്നു. എന്താണ്? വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ വചനം. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِنْ شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِنْ كَفَرْتُمْ إِنَّ عَذَابِي لَشَدീദ്. വിശ്വാസ സമൂഹത്തിൽ വിശുദ്ധ ഖുർആനിലെ അനുയായികളായ നമുക്കുള്ള പാഠം. ബനൂ ഇസ്രായേലിന്റെ ആ ഗതി നമുക്ക് വരാതിരിക്കാൻ وَإِذْ تَأَذَّنَ رَبُّكُمْ, നിങ്ങളുടെ റബ്ബ് ഇതാ നിങ്ങളെ അറിയിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ചു. ആ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ആ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തും പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ലഅസീദന്നകും, ഇന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും നിഷേധാത്മകമായ നിലപാടാണ് നിങ്ങൾ പുലർത്തുന്നതെങ്കിൽ ബനൂ ഇസ്രായേലിന്റെ ഗതിയിൽ നിന്നും വ്യത്യസ്തമായ ഗതിയായിരിക്കില്ല. എന്റെ ശിക്ഷ അതികഠിനമായിട്ടും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ആ ഒരു പിൻകാല സമൂഹത്തിന്റെ ചരിത്രം പഠിപ്പിച്ചതിന് ശേഷം അത് നമ്മുടെ ചിന്തക്ക് അല്ലാഹു വിട്ടുതരികയും എന്നാൽ ആർക്കെങ്കിലും അതിൽ നിന്ന് ചിന്തയിൽ നിന്നും അത് ഒഴിവാക്കി പോകുന്നെങ്കിൽ അതിനുപോലും പഠിക്കാത്ത വിധം അല്ലാഹു നിനക്ക് നേരെയുള്ള ഭാഷയിൽ പറഞ്ഞിരുന്നതിനെയും ശക്തത്വം അള്ളാഹു വഴിപ്പെട്ട് ജീവിച്ചാൽ അതിന്റെ ഫലം എന്താണ്?
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ അള്ളാഹു ഇനിയും നിങ്ങൾക്ക് വർദ്ധനയുണ്ടാകുകയും നേരെ മറിച്ച് ഇതൊക്കെ അവഹരിച്ചുകൊണ്ട് നിങ്ങൾ ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ വിശാലം അനുഭവപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അവഹരിച്ചുകൊണ്ടാണ് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാവുന്നെങ്കിൽ അറിഞ്ഞുകൊള്ളുക എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും, താങ്ങാൻ പറ്റാത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ ചരിത്രത്തിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട പാഠം. ഇസ്രായേലുകൾ അള്ളാഹുവിന്റെ നിത്യക്ക് പാത്രമായി, പ്രവാചകന്മാരുടെ ശാപത്തിന് പാത്രമായി 3 കാരണങ്ങൾ പറഞ്ഞു. കേട് കാണിച്ചു. മാത്രമല്ല അവർ അതിരികൾ നടത്തി. ഒരാളിൽ നിന്നും എന്തെങ്കിലും ഒരു ചിന്ത കണ്ടാൽ അള്ളാഹുവിനില്ലാത്ത, അള്ളാഹുവിന്റെ ഖുർആനിലില്ലാത്ത, സുന്നത്തിലില്ലാത്ത എന്തെങ്കിലും ഒരു ദുരാചാരം, ഒരു അനാചാരം ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അത് വിരോധിക്കാൻ അതിനെക്കുറിച്ച് അറിയുന്ന മറ്റേ വ്യക്തി തയ്യാറായില്ല. അവർ അന്യോന്യം വിരോധിച്ചിരിക്കില്ല. സനാഹ എന്ന് പറഞ്ഞാൽ പരസ്പരം വിരോധിച്ചു. ഒരാളുടെ തെറ്റ് കണ്ടാൽ മറ്റേ വ്യക്തി അത് വിരോധിക്കില്ല. ഇവന്റെ തെറ്റ് കണ്ടാൽ അവനും അത് വിരോധിക്കില്ല. കാരണം അള്ളാഹുവിനോടുള്ള ബന്ധത്തേക്കാൾ, അവന്റെ ദീനിനോടുള്ള പ്രതിബദ്ധതയേക്കാൾ മാനുഷിക ബന്ധങ്ങൾക്ക് അവർ മുൻഗണന നൽകി. ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിറുകൾ എഴുതുന്നു, അവർ തിന്മകൾ വിരോധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവരോടൊപ്പം ചേർന്ന് തിന്നുകയും കുടിക്കുകയും ഇടകലരുകയും തമാശകളിൽ പങ്കെടുക്കുകയും എല്ലാ വിധത്തിലും ആ സമൂഹവുമായിട്ട് അവർ ലയിച്ചു ചേർന്നു, ഒന്നായിരുന്നു എന്ന് തഫ്സീറിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ന് വിരോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മാനുഷിക ബന്ധങ്ങൾ കുറഞ്ഞു പോകുമോ, അവർ നമ്മോട് പിണങ്ങിയേക്കുമോ, അവർ നമ്മോട് നിസ്സഹകരണ മനോഭാവം സ്വീകരിച്ചേക്കുമോ, അവരുമായുള്ള ബന്ധങ്ങൾ അടിച്ചു പോകുമോ എന്ന പേടിയാണ്. അള്ളാഹുവിനോടുള്ള ബന്ധം അടിച്ചു പോകുമോ എന്നതിനേക്കാൾ അവരെ ഭരിച്ചിരുന്നത്. പക്ഷേ അതിൽ ഫലമുണ്ടായിരുന്നു. അത് കാരണമായി ആദ്യ സ്നേഹബന്ധത്തിന് വേണ്ടി അവർ അള്ളാഹുവിനില്ലാത്ത കാര്യങ്ങളെ വിരോധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവരോടൊപ്പം തിന്നുകയും കുടിക്കുകയും വികസിപ്പിക്കുന്നുവോ അത്തരക്കാരുടെ ഹൃദയങ്ങളെ അള്ളാഹു അകറ്റുകയും തമ്മിൽ അടിപ്പിക്കുകയും ചെയ്തുവെന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിച്ചു. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന്. ഇത് കേവലം ഒരു ബനിഇസ്രായേലിന്റെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കഴിഞ്ഞകാല സമൂഹങ്ങളിൽ മനുഷ്യ സമൂഹങ്ങൾക്കുണ്ടായ നാശങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ അറിയാവുന്ന ചെറിയ സൂറയാണല്ലോ. കാലം തന്നെയാണ് സത്യം. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ, സമൂഹങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ, അതൊക്കെ സത്യം ചെയ്തു പറയുന്നു അല്ലാഹു. മനുഷ്യൻ മുഴുവനും നഷ്ടത്തിലാണ്, മനുഷ്യർ മുഴുവനും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് 4 വിഭാഗത്തെ അവിടെ അല്ലാഹു വിളിച്ചു നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ആമനോ ഈമാനും അമൽ സ്വാലിഹാത്തും. കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഈമാൻ, എന്താണ് ഇസ്ലാം? അവർ ജീവിതത്തിലില്ലാത്ത ആളുകൾ. 3ാമത്തെ കാരണമായിട്ട് ആ സൂറയിൽ പറഞ്ഞ കാര്യം എന്താണ്? സത്യമായ കാര്യങ്ങൾ അവർ തവാസ, അന്യോന്യം ഉപദേശിക്കുക. എനിക്കറിയുന്ന നന്മകൾ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരിക, നിങ്ങൾക്കറിയുന്ന നന്മകൾ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരിക. എനിക്കറിയുന്ന തിന്മകളെ തൊട്ട് ഞാൻ നിങ്ങളെ തടയുക, നിങ്ങൾക്കറിയുന്ന തിന്മകളെ വെളിയിൽ കണ്ടാൽ നിങ്ങൾ തടയുക. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചക പ്രസംഗത്തിൽ ഹജ്ജത്തുൽ വിദാഇൽ ഓരോ സത്യവിശ്വാസിയെയും ഏൽപ്പിച്ച ബാധ്യതയാണ്.
فليبلغ الشاهد الغائب. ഇസ്ലാമിക പ്രബോധനം എന്ന് പറഞ്ഞാൽ അത് ഏതാനും മതപണ്ഡിതന്മാരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നന്മയെക്കുറിച്ച് അറിയുന്ന നാം ഓരോരുത്തരും തിന്മയെക്കുറിച്ച് അറിയുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരിൽ ആ നന്മ ഉപദേശിക്കുവാൻ, മറ്റുള്ളവരിൽ കാണുന്ന ആ തിന്മയെ നമ്മൾ ദുരാകരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന സത്യം ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്നും നാം ഉൾക്കൊള്ളുക, നാം പഠിക്കുക. അവിടെ ആ തഫ്സീറിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ അവരോടൊപ്പം നിന്നും അവരോടൊപ്പം കുടിക്കും, അവരോടൊപ്പം ഉല്ലസിക്കും, അവരോടൊപ്പം ഇടകലം കൊണ്ട് അവർ ജീവിക്കും. അള്ളാഹുവിനെതിരായുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശൈലിക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് എന്ന ചെറിയ ഒരു മനസ്സാക്ഷി കുട്ടുപോയില്ലാതെ അവരോടൊപ്പം ഇടകലം ജീവിക്കും. അത് കാരണമായിട്ടാണ് രണ്ട് പ്രവാചകന്മാർ നാടിനാണ് അവർ ശപിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ വിശ്വാസികളെ, സഹോദരന്മാരെ തിന്മകളുടെ നേരെ നാം എന്ത് നിലപാടാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? നന്മ ഉപദേശിക്കുന്ന കാര്യങ്ങളിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ഈ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, അവരിൽ ഭൂരിപക്ഷം ആളുകൾ ഈ തിന്മ ചെയ്യുന്ന ആളുകളോട് യാതൊരു വിധത്തിലുള്ള മാനസിക പ്രയാസവും കൂടാതെ മൈത്രീ ബന്ധം അള്ളാഹുവിനെതിരായിട്ട് ജീവിക്കുന്നു. തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകളോട് വളരെയധികം മൈത്രി ബന്ധത്തിൽ കഴിഞ്ഞുകൊണ്ട് കാണാം. അവരുടെ ദേഹങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു വെക്കുന്ന മുന്നൊരുക്കം എത്ര മോശമാണ്. ഇതിന്റെ ഫലം എന്താണ്? അള്ളാഹുവിന്റെ കോപമാണ് അവർ. അള്ളാഹുവിന്റെ കോപമാണ്. തന്റെ സ്നേഹിതന്റെ, തന്റെ ബന്ധുവിന്റെ, തന്റെ അയൽവാസിയുടെ സ്നേഹം, പ്രീതി ഏറ്റുവാങ്ങാമെന്ന ആഗ്രഹത്താൽ നമ്മൾ അവരുടെ തിന്മകൾ നമ്മൾ വിരോധിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അവരോടൊപ്പം കൂട്ടുകൂടുന്നു, ഉല്ലസിക്കുന്നു, തിന്നുന്നു, കുടിക്കുന്നു. അതേസമയം മറുവശത്തിൽ അള്ളാഹു അവനോട് ഓടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർ ശിക്ഷയിൽ ശാശ്വതന്മാരുമാകുന്നു. സൂറത്തിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 80-ാമത്തെ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക, അതിന്റെ തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കുക. ഒരുപാട് വിശദീകരണങ്ങൾ ഈ വിഷയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അടുത്ത ആയത്ത് ഓരോ അള്ളാഹുവിനും പ്രവാചകനിലും അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവർ യഥാർത്ഥത്തിൽ ഈമാനുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇത്തരം തിന്മയുടെ ആളുകളെ അവർ ആത്മമിത്രങ്ങളാക്കി വെക്കുമായിരുന്നില്ല. പക്ഷേ അവരുടെ ഭൂരിപക്ഷം ആളുകളും എന്താണ്? പൂർവ്വങ്ങൾ പോലെ ജീവിക്കുന്നവരാണ്, തോന്നിവാസികളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിങ്ങൾ ഞങ്ങൾ കൽപ്പിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ വിരോധിക്കുക തന്നെ ചെയ്യണം. സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹു അവനിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷകൾ നിങ്ങളുടെ മേൽ ഇറക്കും. അപ്പം സത്യവിശ്വാസികളായ ഒരു കണക്കുപാടുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാൾ ഒരു വെറുക്കപ്പെട്ട കാര്യം, ഒരു തിന്മ കണ്ടാൽ മിണ്ടാതെ
കണ്ണും അടച്ച് പോവുകയല്ല ചെയ്യരുത്. നമ്മൾ എന്തിനാണ് അതിന് ഇടപെടുന്നത്? അവൻ എന്തെങ്കിലും ചെയ്തുകൊള്ളട്ടെ എന്ന് വെച്ചിട്ട് പോകലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ശാസ്ത്ര ദിനത്തിൽ മീൻ പിടിക്കാൻ പാടില്ല എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോയ ബനൂ ഇസ്രായേലിനെ ഉപദേശിക്കാൻ പോയ കുറെ ആളുകളോട് മറ്റുള്ളവർ ചോദിച്ചു, അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു സമൂഹത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കാൻ പോകുന്നത്? അപ്പം ഈ ഉപദേശിക്കാൻ ആളുകളുടെ മറുപടി ഇപ്പോൾ ധാരാളം കാണാൻ സാധിക്കും. മഴയിറക്കാ ഒരു തിന്മ കണ്ടപ്പോൾ ഞങ്ങൾ അത് വിരോധിച്ചു എന്ന് അള്ളാഹുവോട് ഞങ്ങൾക്ക് പറയാമല്ലോ. അവർ നന്നാവുകയോ നന്നാകാതിരിക്കുകയോ ചെയ്യട്ടെ. മഴയിറക്കില്ല അള്ളാഹുവോട് ഞങ്ങൾക്ക് ഒരു ഒഴിവുകഴിവ് പറയാതെ നടത്തുവാൻ ഇങ്ങനെ ഒരു തിന്മ കണ്ടിട്ട് ഞങ്ങൾ അതിനെ ഉദ്ദേശിച്ചു. ഒരാഴ്ചവും എത്തപ്പോൾ ഒരുപക്ഷെ അവർ സൂക്ഷ്മമായിട്ടെങ്കിലും ചെയ്യാം. എന്ത് കാര്യങ്ങളല്ല അള്ളാഹുവോട് നമുക്ക് പറയാൻ സാധിക്കണം. പഠിച്ചോണ്ട് ഒരു തിന്മ കണ്ടപ്പോൾ എന്റെ റസൂൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ എനിക്ക് കഴിയുന്ന ഒരു നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട് എന്നത് നാഴികത്തിൽ ഒരു ഒഴിവ് കഴിവ് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കണം. ഏതാണ് പല കാര്യങ്ങൾ? അവന് കഴിവുണ്ട് എങ്കിൽ അവന്റെ കൈകൊണ്ട് ആ തിന്മയെ തടയാം. ഇതാണ് ഇമാം മുസ്ലിം ഉദ്ദേശിച്ച പറഞ്ഞത്. അവനവന്റെ സ്വന്തം അധികാര പരിധിയിൽ വരുന്നതാണ് കൈകൊണ്ട് തടയാൻ. അവിടെ പോയിട്ട് ബഹളമുണ്ടാക്കാനോ അടിപൊളി ഉണ്ടാക്കാനോ സ്വന്തം അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ അത് അവൻ കൈ കൊണ്ട് തന്നെ തടയണം എന്നാണ് വ്യത്യാസം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും ഇന്ന് വളരെയേറെ ആധുനിക സംവിധാനങ്ങളുള്ള മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കൾ, അവർ വളരെ രഹസ്യമായി അവർക്ക് ഇന്റർനെറ്റ് കണക്ഷനുകൾ ഉപയോഗിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രക്ഷിതാക്കൾ, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ഇത് അവരെ നയിക്കുന്നത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ? ഒരു 6 7 8 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാമറയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഫോൺ എന്താണ് അതുകൊണ്ടുള്ള ആവശ്യം എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? രക്ഷിതാക്കൾ. അപ്പൊ അത് നന്മയിലേക്കാണ് തിന്മ തടയുന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് കൈകൊണ്ട് തടയുക. രക്ഷിതാക്കൾക്ക് തീരുമാനിക്കാം, മകനോട് നല്ല ഭാഷയിൽ ഉപദേശിക്കാം, മകളോട് നല്ല ഭാഷയിൽ ഉപദേശിക്കാം. ഈ മൊബൈൽ ഫോൺ സൗകര്യങ്ങളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും സാമൂഹികമായ നന്മയേക്കാൾ അത് തിന്മയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ വിവരം പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ മീഡിയകളിൽ വരുന്ന വാർത്തകൾ വായിക്കുകയും കാണുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ അവരൊരു നിയന്ത്രണം അത് രക്ഷിതാക്കളുടെ കടമയാണ്. മക്കളോടുള്ള വാത്സല്യം കാരണം അവർ പറയുന്നത് എന്തും നന്മയാണോ തിന്മയാണോ എന്ന് നോക്കാതെ ഞാൻ കൈകൊണ്ട് തടയുക എന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹം ദൂർത്തും ആർഭാടവും ഇല്ലാത്ത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും ഉത്തമമായ വിവാഹം ഏറ്റവും ലളിതമായി നടന്ന വിവാഹമാണ് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇങ്ങനെ ഓരോ രംഗത്തും തിന്മ തടയുവാനായി അവനവന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യാറുണ്ടോ എങ്കിൽ ചെയ്യണം. ഒരു തിന്മ അവനവനെ കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ തടയട്ടെ. ഇനി അധികാര പരിധിയിൽ വരാത്ത സ്ഥലമാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ, അയൽ വീട്ടിൽ, നേരിന്റെ വീട്ടിൽ എവിടെയാണോ തിന്മ കാണുന്നത് അല്ലാഹുവിന്റെ ഈ നാവ്, ഈ സംസാര ശേഷി ഞാൻ 2 കണ്ണുകൾ തന്നില്ലേ, തിന്മതി കഴിയില്ലേ, സംസാരിക്കാനുള്ള നാവനാണെങ്കിൽ അറിയില്ലേ, സംസാര ശേഷി അറിയില്ലേ, ഈ സംസാരിച്ചു മനുഷ്യരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പഠിച്ചത് ഞാൻ പറയുന്നത് ഏത് പറയാൻ സാധിക്കും. തിന്മ കണ്ടാൽ കണ്ണടച്ചിട്ടല്ല വേണ്ടത്, നാം കൊണ്ട് പറയണം, ബോധവൽക്കരണം നടത്തണം, നല്ലതായ ഭാഷയിൽ, ആക്ഷേപിച്ചുകൊണ്ടല്ല, വിമർശിച്ചുകൊണ്ടല്ല, പരിഹരിച്ചുകൊണ്ടല്ല, പിന്നെ നല്ലതായ ഭാഷയിൽ കാണാൻ കഴിയും. അവരുടെ നല്ല സൗമ്യമായ ഭാഷയിൽ
ادعو إلى سبيل ربك بالحكمة والموعظة الحسنة. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങൾ ചരിക്കേണ്ടത് എങ്ങനെയാണ്? വിജ്ഞാനപരമായി പ്രോത്സാഹനമാണ്. എന്നിട്ട് മൗലികത്തിൽ നല്ല സ്വകാര്യമായി വിളിച്ചിട്ട് കുറെ ആളുകളുടെ മുമ്പിൽ ആശീർവദിക്കുന്ന രീതിയല്ല സംസാരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഒരു ദുരാശയോടുകൂടി ആ ചങ്ങാതിയിലുള്ള ധാരാളമാകുന്ന ദുരാശയിൽ അധിഷ്ഠിതമായ നാവ് കൊണ്ടും പറഞ്ഞിട്ടും ശരിയാവുന്നില്ല എങ്കിൽ മൂന്നാമത്തെ ദിനമാണ് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷയെ കുറിച്ച് അവരോടൊപ്പം നിന്നും കുളിക്കുമിടവരും അതല്ല ആ തിന്മയെ കൊണ്ട് വെറുതെ അതിൽ നിന്നും മാറി നിൽക്കണം. അത് വളരെയേറെ ദുർബലമായ ഒരു ഈമാന്റെ ഭാഗമാണ്. ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കല്ലുകൊണ്ട് വേർതിട്ട് പിന്മാറുന്നില്ലെങ്കിൽ അവരിൽ കിടക്കുമണിയോട് ഈമാൻ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നത് ആ ഹദീസിൽ കാണാൻ സാധിക്കും. മനുഷ്യ സമൂഹം മുഴുവൻ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്നുകൂടെ ഈമാൻ അനസ്വരാണ്. മൂന്നാമത് സത്യമായ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്ന വിഷയത്തിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ നീ അവരെ പേടിക്കണ്ട, എന്നെ പേടിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കാര്യങ്ങൾ സത്യസന്ധമായ നിലയിൽ സഹോദരനോട് സഹോദരിയോട് ബന്ധുവിനോട് സ്നേഹിതനോട് പറയുന്ന കാര്യത്തിൽ നീ അവരെ പേടിക്കണ്ട, എന്നെ പേടിച്ചാൽ മതി. പറയാതിരുന്നാൽ എനിക്ക് അടുത്ത് നീ വിളിക്കാൻ വരേണ്ടത് എന്ന പേടിയാണ് നമുക്ക് വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മിൽ ഓരോരുത്തരും അർപ്പിതമായ ഭാവി നമ്മളൊന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഒരു ബോധവൽക്കരണം നമ്മിൽ നിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ സമൂഹത്തിൽ തിന്മകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക, അല്ല നന്മകൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ ബോധവൽക്കരണത്തിന്റെ അഭാവം തന്നെയാണ് സാമൂഹിക തിന്മകൾ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു കഴിഞ്ഞകാല സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്നത് എന്തിനാണ്? മൗലികതയിൽ സൂക്ഷ്മാലുക്കളായ മുത്തകളായ ആളുകൾക്ക് ഒരു ഗുണപാഠം എന്ന നിലക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായമാണ് നമുക്കുണ്ടാവുക. അള്ളാഹുവിന്റെ ദീനിനെ നീ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെയും സഹായിക്കും. അഹദാമക്കും നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു അടിയുടെ നിർത്തുകയും ചെയ്യും. ഈ സഹായം ലഭിക്കുന്ന ഉത്തമ സമൂഹമായി അള്ളാഹുവിനെയും കണ്ടെത്തുവാനാണ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين رضي الله. اتقوا الله عباد الله. അള്ളാഹുവിന്റെ ജീവിതമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. മുസ്ലിം സമൂഹത്തിൽ നമുക്കൊക്കെ അള്ളാഹുവിനെയും സ്വീകരിക്കും. പലപ്പോഴും നിങ്ങൾ കേട്ടാൻ അത് പറയട്ടെ. മൂന്നാമത്തെ ആയത്തോട് കൂടുതലും ഹൈറവുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഉയർത്തിപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി ഉയർത്തിപ്പിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങൾ. അത് നമ്മൾ 2 കാരണം പറഞ്ഞു, 3 കാരണം പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് അള്ളാഹു ഉത്തമ സമൂഹമായി നിശ്ചയിച്ച ആ സമൂഹത്തിലെ ഒരു അംഗമാകാൻ ഒന്നാമത്തെ യോഗ്യതയാണ് നിങ്ങൾ കൽപ്പിക്കുന്നു സദാചാരം നന്മ നിങ്ങൾ സമൂഹത്തോട് കൽപ്പിക്കുന്നു. സമൂഹത്തിൽ കാണുന്ന തിന്മകളെ നിങ്ങൾ വിരോധിക്കുകയും ചെയ്യും. വിരോധിക്കുമ്പോൾ മാർഗം കാണാനൊക്കെ പറഞ്ഞത് കൈകൊണ്ട് നാവുകൊണ്ട് കൈകൊണ്ട് ഇതിലേതെങ്കിലും ഒരു വിധത്തിൽ സാമൂഹിക തിന്മകൾക്ക് നേരെ നിങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നു.
രണ്ടും നിങ്ങൾ ചെയ്യുന്നത് ഭൂമിന് വേണ്ടിയില്ല, അള്ളാഹുവിൽ നിങ്ങൾക്ക് വിശ്വാസം. ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാവുന്നത് ഉത്തമ സമൂഹമായി മാറും. ചെയ്യാത്തപ്പോഴും എന്ന് പറയാം. അപ്പം ഈ ഒരു രംഗത്തെ നമ്മൾ അനുഭാവം കഴിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഉണ്ടായി. 25-ാമത്തെ അധ്യായം സൂറ അൻഫാലിലെ 25-ാമത്തെ വചനം ആമുഖമായി നമ്മൾ ഓടിക്കേൾപ്പിച്ചത് ആ പ്രത്യാഘാതമാണ് ഒത്തമോഹിക്കുന്നത്. സമൂഹത്തിൽ വന്നേക്കാവുന്ന ഒരു പരീക്ഷണം പഠിപ്പിച്ച അള്ളാഹുവിന്റെ അലാവിന്റെ വസ്തുക്കൾ സദാ ജാഗ്രതയോടെയായിരിക്കണം. അത്തരമൊരു പരീക്ഷണം വന്നാൽ ഒന്നെങ്കിൽ അത് ഒരു പേമാരിയായിരിക്കാം, മാരക രോഗങ്ങളായിരിക്കാം, ഭൂമി കുലുക്കമായിരിക്കാം, എന്ത് നിലക്കും മനുഷ്യ സമൂഹത്തിന്റെ സൗകര്യ ജീവിതത്തിന്റെ തടസ്സമാകുന്ന ഒരു പരീക്ഷണം, ഒരു ശിക്ഷ ഏത് നിമിഷവും ഈ ഭൂമിയിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് നിങ്ങൾ സദാ ജാഗ്രതയോടെയായിരിക്കണം. എന്താണ് ആ ശിക്ഷയുടെ, ആ പരീക്ഷണത്തിന്റെ സ്വഭാവം? സമൂഹത്തിൽ തിന്മ വിതർത്തുന്ന, സമൂഹത്തിൽ അക്രമം അഴിച്ചുവിടുന്ന, സമൂഹത്തിൽ അസമാധാനം ഉണ്ടാക്കുന്ന ആ ഒരു വിഭാഗം ആളുകളെ മാത്രമായിരിക്കുകയില്ല അത് പിടികൂടുന്നത്. നിങ്ങളിലുള്ള അക്രമി സമൂഹത്തെ മാത്രമായിരിക്കുകയില്ല അത് പിടികൂടുന്നത്, പിന്നെ നല്ലവരായി നടക്കുന്ന ആളുകളെയും പിടികൂടും. മുഫസ്സിറുകൾ എഴുതുന്നു, അവർ നല്ലവരായി ജീവിക്കുന്നു, പക്ഷേ സാമൂഹിക തിന്മകളോട് പ്രതികരിക്കാത്തതിന്റെ കാരണമായി അത്തരം ശിക്ഷയിൽ എല്ലാവരും നശിപ്പിക്കപ്പെടും. വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ സൂറത്ത് അൻഫാലിലെ 25-ാമത്തെ വചനത്തിന്റെ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. വിശദീകരണം. അപ്പോൾ മാറ്റാൻ ഒരു ബാധ്യതയാണ്. ഉത്തമ സമൂഹത്തിലെ അംഗമായി മാറണമെങ്കിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ച ഒരു ബാധ്യതയാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത്. ഇതിനുള്ള 3 മാർഗങ്ങളിൽ ഹൈതോട്ടം വെറുതെ വിട്ടു നിൽക്കുന്നെങ്കിൽ അവന്റെ അണുമണിക്കൂർ ഈമാനില്ലായെന്ന് ലഭിച്ചതല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് വലിയ ചരിത്രം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും, നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണോ കഴിയുക അള്ളാഹുവിന്റെ ദീനിൽ കടന്നുകൂടിയിട്ടുള്ള ശിർക്ക്, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ മൗലികത്തിൽ നടത്തുന്ന നല്ല ഉപദേശങ്ങളിലേക്ക് അവരെ വിളിച്ചിരുത്തിയിട്ട് മുഴുകാക്ഷയോടുകൂടി ആ ചങ്ങാതി നന്നാവണം, ആ സുഹൃത്ത് നന്നാവണം, ആ ബന്ധു നന്നാവണം, അവരും സ്വർഗത്തിന്റെ അവകാശിയാവണം എന്ന ആഗ്രഹത്തോടുകൂടി ഈ നന്മ കൽപ്പിക്കുക, നന്മ വിരോധിക്കുക എന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും ഭാഗവാക്കാവണം. ഇതിനെക്കുറിച്ച് നമ്മൾക്ക് പഠിക്കണം. അടിസ്ഥാന വിവരമെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച്, ഇത് സുന്നത്തിനെക്കുറിച്ച് നമ്മൾ നേടണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യവസ്ഥാപിതമായി ഈ പള്ളിയിൽ വെച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും വളരെ വ്യവസ്ഥാപിതമായി ഖുർആൻ ക്ലാസുകൾ ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച്, അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച്, ഇത് സുന്നത്തിനെ കുറിച്ച് നാം ഒരു സാമാന്യ ജ്ഞാനം നേടാൻ നമുക്ക് ഉപകരിക്കും. നമ്മുടെ കുടുംബത്തിന് ഉപകരിക്കും, നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ അയൽപക്കത്തിനും ഉപകരിക്കും. ആ രീതിയിൽ ഉത്തമ സമൂഹത്തിലെ പൗരന്മാരായി മാറുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വരുന്ന ഞായറാഴ്ച 1-ാം തീയതി 4:30 ആണിയെടുപ്പ് ഡേറ്റിന് സമീപം ട്രെയിനുകളിൽ ഒരു അയൽക്കൂട്ടം നടക്കുന്നുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളും ക്ലാസുകളൊക്കെ ഉണ്ടാകും. കഴിയുന്നതിന് അതിൽ നമ്മിൽ നിന്നും ആരെയും അറിയാതെ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുകൊണ്ട് മാപ്പാർമാറാണ്. രോഗികളായ ആശുപത്രികളിലും വീടുകളിലും പ്രയാസപ്പെട്ട് കഴിയുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു ശിഫ നൽകുമാറാവുകയാണ്. അവരെ ശുശ്രൂഷിക്കുന്ന, അവർക്ക് വേണ്ടി ഉറക്കം പിടിക്കുന്ന, അവർക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന
പ്രതിസാദിക്കുന്നതൊക്കെ അള്ളാഹു ശിക്ഷിക്കുവാനും അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله.